വാർത്തകൾ വിശദമായി നോക്കാം. ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് ഇനി ഓൺലൈൻ ബുക്കിംഗ് മാത്രം. അടുത്ത മണ്ഡല മകരവിളക്ക് സീസണിൽ ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല. പ്രതിദിന ഓൺലൈൻ ബുക്കിംഗ് 80,000-ആയി നിർത്തും. തിരക്ക് നിയന്ത്രിക്കാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനം കൈക്കൊണ്ടത് എന്നാണ് വ്യക്തമാകുന്നത്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ ശശിനാരായണൻ നൽകും. ശശി, ഇത് ഭക്തർക്ക് ഏതു വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും, എങ്ങനെ തിരക്ക് നിയന്ത്രിക്കാനാകുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്? ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ദേവസ്വം ബോർഡ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നാണ് വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഓൺലൈൻ ബുക്കിംഗ് മാത്രം. അടുത്ത മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് 80,000 പ്രതിദിനം 80,000 പേർക്ക് മാത്രം ദർശനത്തിനുള്ള അനുമതി നൽകിക്കൊണ്ടുള്ള ഒരു ഉത്തരവാണ് ദേവസ്വം ബോർഡ് എടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയെന്നാണ്. കഴിഞ്ഞ സമയത്ത് സ്പോട്ട് ബുക്കിംഗ് ഉള്ള സമയത്ത് വലിയ തീർത്ഥാടക പ്രഭാവം ഉണ്ടായിരുന്നു. അത് സ്ഥലപരിമിതി മൂലം വലിയ ബുദ്ധിമുട്ടുകളുണ്ടായി. തീർത്ഥാടക കുടിവെള്ളം അതുപോലെ തന്നെ ഭക്ഷണമൊക്കെ ക്രമീകരിക്കുന്ന കാര്യത്തിലും മണിക്കൂറുകൾ ക്യൂ നിന്ന് ദർശനം നടത്തുന്നതിന്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ വലിയ ദേവസ്വം ബോർഡിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും വഴി കേൾക്കേണ്ട വിമർശനങ്ങൾക്കും കാരണമായി. ഇത് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് പ്രതിദിനം 80,000 ഭക്തജനങ്ങൾക്ക് ദർശനം അനുവദിക്കാനുള്ള ഓൺലൈൻ ബുക്കിംഗ് മാത്രം മതി എന്നുള്ള തീരുമാനത്തിലേക്ക് ദേവസ്വം ബോർഡ് എത്തിയിട്ടുള്ളത്. നേരത്തെയാണെങ്കിൽ ഈ സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ ബുക്കിങ്ങിന് വെർച്വൽ ബുക്കിങ്ങിന് പുറമെ പമ്പയിലെത്തുന്ന ഭക്തർക്ക് നേരിട്ട് അവിടെ നിന്ന് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നതിന് അതുപോലെ നിലയ്ക്കലും അതുപോലെ ഇടത്താവളങ്ങളിലൊക്കെ ഇത്രയും സ്പോട്ട് ബുക്കിങ്ങിന് ഒരു ക്രമീകരണം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ശശി, നേരത്തെ ഈ അയ്യനെ കാണാൻ എത്തുന്ന എല്ലാവർക്കും അതിനുള്ള ഏതെങ്കിലും തരത്തിൽ സംവിധാനം ഒരുക്കുമെന്നൊരു നിലപാടായിരുന്നു ദേവസ്വം ബോർഡിന് ഉണ്ടായിരുന്നത്. അതിൽ മാറ്റം വന്നു എന്ന് വേണം കരുതാൻ, അല്ലേ? ഇനി അത് സാധ്യമല്ല. തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം അതൊരു വലിയ വിമർശനങ്ങൾക്കും കാരണമായിട്ട് പല സ്ഥല കോണുകളിൽ നിന്നും ഇത്തരമൊരു വിമർശ എതിർപ്പുകളും ഒക്കെ ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഭക്തർക്ക് ദർശനം നടത്താനുള്ള ഒരു അവസരം ഈ ഓൺലൈൻ ബുക്കിങ്ങിൽ കൂടി മാത്രമേ ദർശനം നടത്താൻ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിൽ ഭക്തർക്ക് അയ്യപ്പനെ കണ്ട് തൊഴാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നുവെന്ന് ഒരു വിമർശനം ഇപ്പോൾ അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. പന്തളം കൊട്ടാരത്തിന്റെ ആയാലും അതുപോലെ തന്നെ മറ്റ് അയ്യപ്പ സേവാ സമിതിയുടെയൊക്കെ നേതൃത്വത്തിൽ ചെറിയ രീതിയിലുള്ള പ്രതിഷേധവും വിമർശനങ്ങളും ഇപ്പോൾ ഈ ഉത്തരവിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്ന അവർ പറയുന്ന ന്യായീകരണം ഈ സ്വാഭാവികമായും ചെറിയ സ്ഥലമാണ്, അവിടെ പ്രതിദിനം എത്തുന്ന തീർത്ഥാടകരെ ഒരു എണ്ണം വർദ്ധിച്ചാൽ അത് നിയന്ത്രിക്കാനോ അത് സുഗമമായി ദർശനം നടത്തി മടങ്ങി വരുന്നതിനുള്ള കാര്യങ്ങൾ നടത്താൻ കഴിയാതെ വരും. അത്തരം കാര്യങ്ങൾ നടത്താനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കാരണമാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തെന്നാണ് ദേവസ്വം ബോർഡ് ഈ ഉത്തരവിലൂടെ പറയുന്നത്. എന്തായാലും വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പ്രതിദിനം 80,000 തീർത്ഥാടകരെ മാത്രം ദർശനത്തിന് അനുവദിക്കുന്ന ഒരു ക്രമീകരണമാണ് ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ ബോർഡിന്റെ ഒരു തീരുമാനമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഈ അരളിപ്പൂ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നതിനൊരു വിലക്ക് കൂടി ഏർപ്പെടുത്താനുള്ള തീരുമാനം കൂടി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ അരളിപ്പൂ കഴിച്ച ഒരു പെൺകുട്ടി മരിച്ച സാഹചര്യത്തിലാണ്. അതിന്റെ ഒരു ശാസ്ത്രീയ പരിശോധന ഫലം കൂടി വന്നതിന് ശേഷമായിരിക്കും അത്തരമൊരു തീരുമാനത്തിൽ എത്തുക. എന്തായാലും അതുകൂടി ഈ ബോർഡിന്റെ ഒരു യോഗത്തിൽ നിന്നൊരു തീരുമാനമുണ്ട്. അത്തരത്തിലൊരു ആ അരളിപ്പൂ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കേണ്ട എന്നൊരു തീരുമാനം കൂടി ദേവസ്വം ബോർഡിൽ ഉണ്ട്. പക്ഷേ ഈ ശാസ്ത്രീയ പരിശോധന അതിന്റെ ഫലങ്ങൾ കൂടി വിശദമായി വന്നതിന് ശേഷമായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുക. വ്യക്തമാണ്. ഏതായാലും ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ദേവസ്വം ബോർഡ്. ഇനി മുതൽ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടാകില്ല.